കൊട്ടാരക്കര പനവേലിക്ക് സമീപമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് MVD അടക്കമുള്ള ഏജൻസികൾ അത് ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. വാഹനങ്ങളുടെ അമിത വേഗതയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമസ്കാരം. MC റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് കൊട്ടാരക്കര പനവേലിക്ക് സമീപമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അപകടത്തിൽ ആർക്കുന്നതിനെ പരിക്കില്ലെങ്കിലും വാഹനങ്ങൾ കൂട്ടിയിടിച്ച രീതിയിലാണ് ഇപ്പോൾ കാണപ്പെട്ടിരുന്നത്. KL 01Y 8242 എന്ന് പറയുന്ന വാഹനമാണ് വലിയ രീതിയിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവിടെ 3-4 വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് MC റോഡിലാണ്, കൊട്ടാരക്കരയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപം അപകടങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ്. ദേശീയപാത കരിക്കം ഭാഗത്താണ്, MC റോഡിൽ കരിക്കം ഭാഗത്താണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഈ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ മെമ്പറാണ്, രതീഷ് ആണ് മെമ്പർ കൂടെ ഉള്ളത്. ഈ അപകടങ്ങൾ MC റോഡിൽ ശരിക്കും തുടർക്കഥയാണ്. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾക്ക് സാക്ഷിയായിരിക്കും. ഈ കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ തന്നെ MC റോഡ് വ്യാപകമായിട്ട് ഒരു പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പനവേലി അടക്കമുള്ള പ്രദേശങ്ങളിലെ മരണത്തെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ 3 വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇടിച്ചിട്ടുള്ളത്. അതായത് തിരുവനന്തപുരത്ത് നിന്നും ഓച്ചിറയിലേക്ക് പോകാൻ വന്ന ഇപ്പോൾ ഈ ഇടിച്ചു കിടക്കുന്ന ഗ്രീൻ കളറിലുള്ള വാഹനം അവിടെ ഫ്രണ്ടിലുള്ള പനവേലിലുള്ള ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അതിനുശേഷം വന്ന് റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനർ എന്ന് പറയുന്ന കാറിൽ ഇടിച്ചതിന് ശേഷമായിരുന്നു ഈ പോസ്റ്റിന്റെ സ്ഥലത്തേക്ക് ഈ വണ്ടി പാഞ്ഞു വന്ന് കയറുകയായിരുന്നു. ഓവർ സ്പീഡിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഞാൻ ഈ അപകടം നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. പെട്ടെന്ന് വന്നപ്പോൾ ഇങ്ങനെയാണോ എന്നുള്ളതാണ് നാട്ടുകാരുടെ അടക്കം പറയുന്നത്. എന്ത് തന്നെയായാലും MC റോഡിൽ ഈ അപകടം ഒരു പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും മോട്ടൽ ജംഗ്ഷനിൽ പോലും അപകടമുണ്ടായി. പ്രത്യേകിച്ച് MVD അടക്കമുള്ള ഏജൻസികൾ അത് ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സീബ്ര ലൈനുകൾ തെളിക്കുക, സിഗ്നൽ ലൈറ്റുകൾ തെളിക്കുക, ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് വലിയ ഡേഞ്ചർ സ്പോട്ടുകളിൽ വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ബഹുമാനിയായിട്ടുള്ള ഹൈക്കോടതി അടക്കമുള്ള ഉത്തരവ് നമുക്കറിയാം. പ്രത്യേകിച്ച് സദാനൂർ സ്കൂളിൻ്റെ ഭാഗമൊക്കെ വലിയ ഡേഞ്ചർ സ്പോട്ടുകളാണ്. അവിടെ അടക്കം ഈ നമ്മുടെ ഹമ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയപ്പോൾ വേഗത കൂടുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം MC റോഡ് പ്രത്യേകിച്ച് കരിക്കം മുതൽ ആയൂർ കമ്പങ്കോട് അടക്കം വന്ന ഏകദേശം ഒരു 7 കിലോമീറ്റർ നിരന്തരം അപകടം പെരുകുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഈ ഒരു മാസം തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കക്കാട്ട് അടക്കമുള്ള പ്രദേശങ്ങൾ, കക്കാട്ട്, പനവേലി, കൈപ്പള്ളിമുക്ക്, അതോടൊപ്പം ലോവർ കരിക്കം, അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു രോഗിയെ കൊണ്ടുപോയതിനു ശേഷം മർത്തോമ സഭയുടെ ആംബുലൻസ് പോയപ്പോഴും അപകടം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നിരന്തരം ഒരു ഡേഞ്ചർ സ്പോട്ടായിട്ട് ഇത്തരം പ്രദേശങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. MC റോഡിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. MC റോഡ് കൊട്ടാരക്കര മുതൽ ആയൂർ കമ്പങ്കോട് വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള സിഗ്നൽ സംവിധാനങ്ങളില്ല. അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളാവട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം അഭാവങ്ങൾ കാണിക്കുന്നു. അതോടൊപ്പം നേരത്തെ തന്നെ കക്കാട് കരിക്കം ഭാഗത്തുണ്ടായിരുന്ന ഹമ്പുകൾ പോലും മാറ്റിയതാണ് ഇത്തരത്തിൽ അമിത വേഗതയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോഴുണ്ടായ ഈ അപകടം പോലും വാഹനങ്ങളുടെ അമിത വേഗതയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.